ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ അപ്പാതെ കയറി തൂങ്ങിയത്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് അത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നുണ്ട്. ഒക്കെ സഹോദര തുല്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ഇപ്പുറത്ത് ജോണി, ഒന്ന് അജിത് ഭായ്, ലിസ്റ്റിൻ, മനോജി. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയിടുന്നിരുന്ന ഈ രാജേഷ്, നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നല്ലേ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇവിടെ വരാൻ സാധിച്ചതിൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ, പിന്നെ ഇതിന്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടെടുത്തോളം ഇതിന്റെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു എലിമെന്റ്, ഒരു കണ്ടന്റ്, ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകൾ നേരുന്നു. അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2008 ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബായിൽ നിന്ന് എനിക്കൊരു കോഡ് വരുന്നത്. അത് ശ്രീ ടി കെ സജീവിൻ്റെ അദ്ദേഹത്തിനെ എന്നെ ഒരാൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം, അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപ് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. സിനിമയോടുള്ള വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് സജീവൊക്കെ. അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ, വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു നല്ലൊരു പ്ലോട്ട് ആണ്. ഈ സിനിമ ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ വിതരണത്തിന് ഏറ്റെടുക്കേണ്ട ഒരു ചിത്രമായിരുന്നു. കാരണം ദിലീപേട്ടന്റെ സിനിമ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഒരു മാജിക് ഫ്രെയിംസും ഇതിന്റെ ഒരു പാട്ടാകുന്നതിൽ ഒരു അഭിമാനമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, പേരിൽ തന്നെ ആകാംക്ഷയുണ്ട്. ആകാംക്ഷ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. ഈ ടീമിന്റെ പുതിയ വർക്ക് ഏറ്റവും നന്നാവുമെന്നാണ് എന്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പടമാണ് എല്ലാം കൊണ്ടും. കാരണം എന്റെ സംവിധായകൻ അരുൺ വൈഗ, പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാഗ്രന്റ് മൂവീസ് അല്ലേ, എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു. പക്ഷെ എനിക്ക് അവർ തന്ന കെയറും സ്നേഹവും ഒന്നും ഞാൻ മറക്കില്ല. ഞാനവിടെ ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ ജോണി ആന്റണിയാണ്. പക്ഷെ ജോണി ആന്റണിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ജോണിയായിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് എന്നാ പറയാനാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അപ്പൊ അതും സാധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ, നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നത് ഒരു നല്ല വേഷമാണ് ചെയ്യുന്നത്. കാരണം ഹീറോയുടെ അച്ഛനായിട്ടാണ്. ഞാൻ കൂടുതലും അച്ഛൻ വേഷങ്ങളാണ്, അപ്പം വേഷങ്ങളാണ് ചെയ്യുന്നത്. ഞാനതിൽ വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് ഈ അപ്പൻ, അമ്മാവൻ, അളിയൻ അങ്ങനെയുള്ള റോളുകളാണ് ഞാൻ ചെയ്യുന്നത്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എൻ്റെ 3ാമത്തെ സിനിമയാണ്. ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ ഭയങ്കര അത്ഭുത ആൾക്കാരാണ്. പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഷറഫ് ഭായിനൊക്കെ ഇന്ന് വിളിച്ചിട്ട് വന്നത്. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി രാജേഷിനൊപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, രാജേഷിന്റെ പാട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചതെല്ലാം ഒരുമിച്ചാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ കൊടുക്കൽ വാങ്ങൽ അത്രയ്ക്ക് ഈസിയാണ്. രാജേഷും എന്താ പറയുക, ഇപ്പൊ ചില പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചില മീറ്റർ അപ്പുറത്തേക്ക് എടുത്താണ്, ചില വീട്ടിൽ ഇപ്പുറത്തേക്ക് എടുക്കുന്നത്. യാതൊരു പ്രശ്നമില്ല. രാജേഷ് എല്ലാ സ്വാതന്ത്ര്യം തരും.
അപ്പൊ രാജേഷിന്റെ കൂടെ ഒരു 7 പാട്ടുകൾ വർക്ക് ചെയ്തു ഈ സിനിമയിൽ. പുതിയ പാട്ടുകൾ വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊരു അവസരം ഒരുക്കി തന്ന ആരും ഒരുപാട് നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് എനിക്കും കഥയുടെ ഒരു ചെറിയൊരു ഭാഗം എനിക്കും കൊടുത്തു. ഓക്കെ, ഇത് നല്ലൊരു വിഷയമാണ് എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടൈം. സോ ഞാൻ നല്ലൊരു പാട്ട് പാടുന്നു, മോശം ഞാൻ സംസാരിക്കാൻ റിയലി ഹാപ്പി ടു ബി. ശ്രദ്ധിക്കപ്പെടുന്ന, നമുക്ക് നന്നായി ചെയ്യാതെ എന്ന് തോന്നുന്ന ഒരു വേഷമാണ് ഇതിലെ റോയി എന്ന് പറയുന്ന കഥാപാത്രം. രഞ്ജിത്തിന്റെ സിനിമകളിലേക്ക് കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമായ സിനിമയാണ് കോളം. തീർച്ചയായും രഞ്ജിത്തിന്റെ ഈ സിനിമയും അതുപോലെ തന്നെ വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. രാജേഷാണ്. ഇപ്പോ എന്റെ പുതിയ സിനിമയിലും രാജേഷിനാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോ രാജേഷിന്റെ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഒരു വൻ പരിപാടിയായി ഈ പടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. കാരണം പറഞ്ഞ പോലെ ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് ഇത് ഡിമാൻഡ് ചെയ്തത് എന്റെ കഴിഞ്ഞ പടങ്ങൾ. എനിക്ക് തോന്നുന്നു കൽബ് ഷൂട്ട് ചെയ്ത സമയത്താണ് സ്ക്രിപ്റ്റ് കേട്ടത്. അപ്പം ആ സമയത്ത് എനിക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് റീവർക്ക് ചെയ്ത് ഷൂട്ടിന്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് പുള്ളി എന്നോട് ഒരുപാട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് തന്നു ഈ റോള് ഉറപ്പായിട്ടും ചെയ്യണമെന്ന്. സോ പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാം, ഇതെന്റെ ഏറ്റവും ചേർത്ത് നിൽക്കുന്ന ഒരു പടം തന്നെ യൂട്യൂബ്. കാരണം എനിക്ക് ശരിക്കും പേഴ്സണലി റിലേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റും കൂടെ ഇപ്പം തിരിച്ചു നോക്കും. കാരണം ഇപ്പം ഒരു ജിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ യൂത്ത്, ഈ കാലത്തെ യൂത്ത്, ഇവിടെ നിൽക്കുന്ന യൂത്ത് എല്ലാവർക്കും ആദ്യം പുറത്തു പോയി പഠിക്കാനോ പുറത്തു പോയി ജോലി ചെയ്യാനോ താല്പര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ അതൊന്നും തേടി വരാൻ ഒരു ശ്രമം നടക്കുന്നില്ല. സോ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ എനിക്കത് പേഴ്സണലി കണക്ട് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ ദുബായിലാണ് പഠിച്ചു വളർന്നത്. പക്ഷെ ഞാൻ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എന്റെ ഒരു പാഷൻ പേഴ്സ് ചെയ്യാൻ ഈ ആക്ടിംഗ് മേഖലയിൽ. സോ എനിക്ക് ശരിക്കും റെസനേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. സോ ഡെഫിനറ്റ്ലി May 23 റിലീസ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, അതിനുള്ള വിജയമാക്കണം. സോ അധികം വൈകാതെ see you all in theaters soon. Thank you.